ഈ മുച്ചാനീലുള്ള സാധനമാടാ നീ എന്നെ 12 കിലോമീറ്റർ നടത്തിച്ചത്. ആദ്യം തന്നെ ശിഷ്യത്വം സ്വീകരിച്ചു. ശിഷ്യൻ സ്വീകരിച്ചൊന്നും പറയാൻ പറ്റുന്നെങ്കിൽ പറയണ്ട. അതല്ല, കത്തിച്ച് കളയാൻ കൊള്ളിയില്ല. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. വെറുതെ അത്തന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വലിക്കുന്നതിനൊക്കെ ഞാക്കുണ്ട്. നീ ഇങ്ങനെ എല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ആശാ മുന്നേ ശിഷ്യം പിന്നെ. ആണെങ്കിൽ തൊലിക്ക് ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ വായിലേ ചുണ്ടത്തിങ്ങനെ വെക്കുക. മനസ്സിലായ? ആ തിയറിയൊക്കെ മതി, ബാക്കി ഞാൻ പ്രാക്ടിക്കൽ ചെയ്തോളാം. എന്തുവാണ് ഇത്? ആദ്യം ഇങ്ങനെയാ, നീ അതൊന്നും കൂടി ഇരുത്തി വലിക്കും. ഞാൻ താൻ പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഈ പട്ടിക്കാണോ ഇവിടെ താൻ പറഞ്ഞ സ്ഥലം? ഈ 50 ലക്ഷം രൂപയ്ക്കൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛൻ വരുന്നു. സാമാൻ എന്താണ് അവനോടിയെ? എന്താണ് രണ്ടും കൂടി ഇവിടെ പരിപാടി? നിന്റെ വായിലെന്തോടാ പഴം തിരി വെച്ചേക്കുന്ന? ആലവരാതി ആയ കാലത്ത് മുണ്ടാ തുടച്ചാ മതിയായിരുന്നു. ജീവനുണ്ടോടെ? ആ ജീവനുണ്ട്. എന്തു പറ്റി? ഇതാണല്ലേ അളിയ കാരണവന്മാര് പറയുന്നത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്കത് നേരത്തെ മനസ്സിലായി. പൊക്കട്ടെ.